പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ഒരു നാൾ ഒരു ദൈവത്തെ എല്ലാവരും ചേർന്ന് ഏക സത്യദൈവമായ ഒരൊറ്റ ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ഒരു തിരുവചനം വായിക്കാം. 1 തിമോഥെയോസ് 2:5-6 വാക്യങ്ങൾ വായിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ദൈവവചനം പറയാ, പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി, പക്ഷേ യേശു തൻ്റെ ജീവൻ കൊടുത്ത് വിലയായി കൊടുത്ത് നമ്മെ ദൈവത്തോട് ചേർത്തു. അവനാണ് ഏക മധ്യസ്ഥൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവിലൂടെയാണ്. ദൈവമക്കളെ, യേശുവിലൂടെ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തോട് നമുക്ക് നേരിട്ട്, നമുക്ക് പിന്നെ ഇടയിൽ നമുക്ക് അപേക്ഷിക്കാൻ വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് നമുക്ക് വർണ്ണിക്കാം. യേശുവിലൂടെ കടന്ന് നമുക്ക് പിതാവാം ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാം. മനുഷ്യർക്കെല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ദൈവവചനം പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, മാനവജാതിയുടെ രക്ഷകനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഈ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് ചെല്ലാം, പ്രാർത്ഥിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും അപ്പനും മക്കളും പോലെ അപ്പനോട് സംസാരിക്കാം. നമുക്കൊരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ലല്ലോ. സ്തോത്രം.